ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ ക്വിസാറ്റ് കോളേജിലാണ്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് ധാരാളം മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം, ഇവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നമ്മുടെ കുറെ കൂട്ടുകാരെ ഇവിടെ ഇപ്പൊ ഉണ്ട്. നമുക്ക് എല്ലാവരോടും പേരൊന്നും ചോദിക്കാം. എന്താ പേര്? സെറ, റിൻസി, ടെസ്. നിങ്ങളെ നേരത്തെ തിക് ഫ്രണ്ട്സ് ആണോ? ഞങ്ങള് കഴിഞ്ഞ കൊല്ലം തൊട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അമ്പോ, നിങ്ങളോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവർക്ക് എന്താ മെസ്സേജ് പറയാനുള്ളത്, പിന്നെ ഇവർക്ക് എന്ത് ഗിഫ്റ്റ് ഒക്കെയാ കൊടുക്കാനുള്ളത്, പിന്നെ ഇവര് എങ്ങനെയാ ഈ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാം. എന്തായിരുന്നു ആ സ്റ്റോറി? ആക്ച്വലി ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും കൂടി ഫ്രഷേഴ്സ് ഡേക്ക് ഒരു ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടി ഒരു ടീമിലിട്ടു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. എന്താ ഈ ഫ്രണ്ടിനെ പറ്റി പറയാനുള്ളത്? ഒരു മെസ്സേജ് കൊടുക്കണ്ടേ ഫ്രണ്ടിന് ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അടിച്ചു പൊളിച്ചു നടക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സിന്റെ കൂടെയാണ്. നല്ലൊരു ഫീലാണ് ഫ്രണ്ട്ഷിപ്പ്. എന്തിനും കൂട്ടുണ്ടാവും അല്ലെ? എല്ലാത്തിനും. ക്ലാസ് കട്ട് ചെയ്യാനാണെങ്കിലും എക്സാമിന്റെ തലേദിവസം ഒരുമിച്ചിരുന്ന് പഠിക്കാനാണെങ്കിലും എപ്പോഴും ഫ്രണ്ട്സ് തന്നെ വേണം. ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അത് നന്നായി. എങ്ങനെയാ, എന്താ പറയാനുള്ളത്? എന്തൊരു മെസ്സേജ്? എനിക്കിപ്പോ ഇവിടെ 3 തരം ഫ്രണ്ട്സ് ആണ്. ഒരാൾ പഠിപ്പിസ്റ്റ് ഇമേജോടായിരുന്നു ഫസ്റ്റ് ഇയർ ഫുള്ള്. സെക്കൻഡ് ഇയർ കണ്ടന്റ് മനസ്സിലാവുമല്ലോ. എല്ലാരും പറഞ്ഞു സ്പെക്സ് ഒക്കെ വെച്ചാൽ ഭയങ്കര പഠിപ്പിസ്റ്റ്. പിന്നെ ഒരാൾ വെച്ചാൽ സൈലന്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കും. എന്നാലും ക്ലാസ് കട്ട് ചെയ്യാൻ എല്ലാത്തിനും ചാടും. പിന്നെ ടെസ്റ്റ് ഞങ്ങളുടെ ക്ലാസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഓക്കെ, എന്താ പറയാനുള്ളത്? ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റ് വർത്തി, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷീസ് വെരി ജോളി. അവിടെ എപ്പോഴും ഇങ്ങനെ ട്രീറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഇത് ചെയ്യാനൊക്കെ. റിൻസി എന്ന് പറഞ്ഞാൽ സൈലൻസ്, പക്ഷെ വി കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഓക്കെ. അപ്പൊ ഇവര് തിക് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, ബെസ്റ്റീസ് ആണ്. അപ്പൊ അവര് കൊച്ചു ടി വി അവർക്ക് സമ്മാനം കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താ നോക്കാം? ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നല്ലൊരു സൗഹൃദമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ബഡി. താങ്ക്യൂ. ഓക്കെ. ഇപ്പൊ തന്നെ കണ്ടാരോ, നല്ലൊരു ഫീൽ ആ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ അതെ, എനിക്ക് തന്നെ എന്റെ ഫ്രണ്ട്സിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഒന്നുകൂടി പറയാം, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ ക്വിസാറ്റ് കോളേജിലാണ്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് ധാരാളം മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം, ഇവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അവിടെ നമ്മുടെ 2 ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. അപ്പൊ അവരോട് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അവരുടെ മെസ്സേജും കാര്യങ്ങളും, അവരെങ്ങനെയാണ് ഇത്രയും തിക് ഫ്രണ്ട്സ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താ പേര്? എന്റെ പേര് ഷൈൻ. ഫസൽ. നിങ്ങൾ ബെസ്റ്റ് ബഡീസ് ആണോ? ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് എന്ത് മെസ്സേജാ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഫ്രണ്ടിന്? ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ കൊടുക്കാൻ പറ്റിയ മെസ്സേജ് എന്താ, നമ്മള് പണ്ട് മുതലേ ഫ്രണ്ട്സ് ആണ്. ഇവിടെ വന്നതിനും കാട്ടി മുമ്പിലെ റിപ്പീറ്റ് ചെയ്ത ഒപ്പം റിപ്പീറ്റ് ചെയ്ത റേസിൽ. അപ്പോൾ അത് മുതലേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ട്. ഇപ്പോൾ 4th ഇയേഴ്സ് ആണ്. അപ്പോൾ ഇനി പാസ് ഔട്ട് ആകുമ്പോൾ അടുത്ത ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞാലും ഉണ്ടാവും എന്തായാലും. എങ്ങനെയാ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങള് +2 മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. +2 മുതൽ? അപ്പൊ ഭയങ്കര ഒരു റിലേഷൻ ആയിരിക്കുമല്ലോ നിങ്ങളുടെ. അപ്പൊ ഇവിടെ വന്ന് സെയിം ക്ലാസ്സിലായി. ഓക്കെ. അപ്പൊ എന്താ, ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരിക്കും. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു പഠിപ്പിസ്റ്റ് ആണോ എന്നൊക്കെ എനിക്ക് അങ്ങനല്ല, എവിടെയായാലും അങ്ങനെയൊന്നും ഇല്ലല്ലേ. പിന്നെ എങ്ങനെയാ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുമിച്ച് തന്നെ എപ്പോഴും ഒരാൾ കൊണ്ടുവരും, അങ്ങനെയാണോ? അതോ നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ആണോ? ഫുഡ് അങ്ങനെ നമ്മൾ മാത്രമല്ല, വേറെയും കുറെ പേരുണ്ട്, 10-20 പേരുണ്ട്. എല്ലാവരും ഒരു ഗ്രൂപ്പ് കൈയിട്ട് വരലോ, എന്ത് രസമായിരിക്കല്ലേ. പിന്നെന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഈ ആർട്സ് ഫെസ്റ്റ്, ഇവിടെ ആർട്സ് ഫെസ്റ്റ് ഒക്കെ ഇല്ലേ? ആർട്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഡാൻസ്, തല്ലുപിടുത്തം മെയിനായിട്ട് തന്നെ തല്ലുപിടുത്തം ഉണ്ടാവാറുണ്ട്. കോളേജ് ആകുമ്പോ അവര് അടിപൊളി, അതൊക്കെ ഒരു പാർട്ട് ഓഫ്.
അപ്പൊ നമുക്കൊരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയാം ഫ്രണ്ട്സിനോട് പറഞ്ഞോ. അപ്പൊ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. കൊച്ചു ടി വി ഇവർക്കായി നല്ല ഫ്രണ്ട്ഷിപ്പ് സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒന്ന് കൊടുത്താലോ അത്? അപ്പൊ ഒന്ന് കൈയൊക്കെ കൊടുത്ത് ഒന്ന് ഹഗ് ഒക്കെ ചെയ്ത് ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറഞ്ഞേക്ക്. സമ്മാനം നല്ലൊരു മനോഹരമായ ഒരു ഫ്രണ്ട്സിനെയാണ് നമ്മളിപ്പോ കണ്ടില്ല. അവരുടെ സന്തോഷം ഒന്നും കണ്ടില്ല. +2 മുതൽ അവർ ഒരുമിച്ച് പഠിച്ചത്. വളരെ ഹാപ്പിയാണ് അവര്. അപ്പൊ നമുക്ക് ഇനിയും കാണാം ഇതേപോലെ കുറെ കൂട്ടുകാരെ. ഓക്കെ, സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് തരാനുള്ള മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം ഇവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അതെ, നമ്മുടെ അടുത്ത 2 ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്താ പേര്? ഷൗഫി. എന്താ പേര്? നീതു. നിങ്ങൾ എത്ര വർഷമായിട്ട് അറിയാം? ഞങ്ങൾ 3 വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്. 3 വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്താ നിങ്ങക്ക് പരസ്പരം പറയാനുള്ളത്? ഇദ്ദേഹത്തെ പറ്റി എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് പറയാന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ്? ഏതാണ്ട് ഇതേപോലെ തന്നെ. അങ്ങനല്ല, ലൈക്ക് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് പറയാം. ഫ്രണ്ട്ഷിപ്പിനെ ബേസ് എന്ന് പറഞ്ഞാൽ ആള് നല്ല കെയറിംഗ് ആണ്. ഓക്കെ, അതൊക്കെ തന്നെ നല്ല കാര്യങ്ങളല്ലേ. പിന്നെ നല്ല സപ്പോർട്ടീവ് ആണ്. ഓക്കെ, പഠിക്കാനും ഇടിക്കാനും ഇടിണ്ടാക്കാനും പിന്നെ എല്ലാത്തിനും ഒരുമിച്ചുണ്ട്. എന്താ പറയാനുള്ളത് ഇദ്ദേഹത്തെ പറ്റി? എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര ചൈൽഡിഷാ. ഭയങ്കര ക്ലാസ്സിൽ ഫുൾ വർത്താനം ഫുൾ അലമ്പാണ്. എന്ന് വെച്ചാ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ടൈം പോണത് അറിയില്ല. അപ്പൊ ഇയാൾ ഇല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്ഷിപ്പ് ഡേ എല്ലാവർക്കും ഒന്ന് വിഷ് ചെയ്യണ്ടേ? ഫ്രണ്ട്ഷിപ്പ് ഒന്ന് വിഷ് ചെയ്യാം. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഫ്രണ്ട്ഷിപ്പ് ബാൻഡൊക്കെ ഒന്ന് എത്താം. നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോയാലും നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങള്? ഇപ്പം ഇടയ്ക്ക് മീറ്റ് ചെയ്യും, കോൾ ചെയ്യും. ഇപ്പൊ കൂടുതലും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുനടക്കാൻ പറ്റും. കാരണം വാട്സ്ആപ്പ്, സോഷ്യൽ മീഡിയ, ലൈക്ക് അതേപോലെ നമുക്ക് എല്ലാവരും ഗ്രൂപ്പായിട്ടാണെങ്കിലും. നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ്സ് ഒക്കെ ഇല്ലേ? പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. നല്ല രസമായിരിക്കുമല്ലോ അപ്പൊ. ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചു ടി വി നല്ല ഭംഗിയുള്ള കുറച്ച് ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. നമുക്ക് അതൊക്കെ തരാം. ഓക്കെ, എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് തരാനുള്ള മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം ഇവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ഇത് പ്രൊജക്ട് വർക്ക് വല്ലതാണോ? പ്രൊജക്ടിന്റെ ജേർണൽസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബിസിയാണോ അപ്പൊ നിങ്ങള്? ബിസി അല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം? 1 വർഷമായിട്ടേ അറിയത്തുള്ളൂ. 1 വർഷം. തിക് ഫ്രണ്ട്സ് ആണോ? തിക് ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല ഫ്രണ്ട്സാ. എങ്ങനെയൊക്കെയാ നല്ല സ്വഭാവങ്ങളൊക്കെ അറിയാം? ലൈക്ക് എങ്ങനെയാ നിങ്ങളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പറയാമോ? ഇയാള് ഭയങ്കര പാവാ. സൈലന്റ് ആണോ? സൈലന്റ് ആണ്. അല്ല, കണ്ടിട്ടൊരു സൈലന്റ് ആയ ഒരു ആളെ പോലെ. അതെ, കാണുന്ന പോലെ തന്നെ സൈലന്റ് ആണ്. എങ്ങനെയാ? ആള് അത്യാവശ്യം നല്ല കമ്പനിയാണ്. എല്ലാവരുമായിട്ടും പെട്ടെന്ന് കൂട്ടാവും. ഭയങ്കര പാവാണ്. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നല്ല സംസാരിക്കുന്ന ആളെ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ആള് തന്നെയാണ്. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ വർക്ക് ഒക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഇത് ഇൻഡിവിജ്വൽ വർക്കാണ്. എല്ലാം ഇൻഡിവിജ്വൽ വർക്ക്സ് ആണ് നിങ്ങൾക്ക്? ഇങ്ങനെ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെയാണോ ടീച്ചേഴ്സ്? സ്ട്രിക്റ്റ് ഒന്നും അല്ല, അവരൊക്കെ ഭയങ്കര പാവാ. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ കൊറേ പറയാനുണ്ടാവും. പിന്നെ ഒരു 2 വാക്ക്. ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഗുഡ്. പിന്നെ എന്താ, ഒരിക്കലും നമ്മള് ബൗണ്ടറീസ് ഒന്നും നോക്കാണ്ട്
നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് എന്ത് തുറന്നു പറയാം, അങ്ങനത്തെ ഒരു റിലേഷൻ ആണല്ലോ. ചിലപ്പോൾ പാരന്റ്സിനോട് പറയാൻ പറ്റുന്നത് നമുക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. ഹെൽപ്പിംഗ് ആണ്. എന്തും നമുക്ക് തുറന്നു പറയാവുന്ന ഒരു ആള് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. എങ്ങനെയാ കുറെ ഫ്രണ്ട്സ് ഉണ്ടോ? ഗ്രൂപ്പായിട്ടൊക്കെയാണോ നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ? ഇല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട്. പുറത്തൊക്കെ പോകാറുണ്ടോ ഇങ്ങനെ വീക്കെൻഡ്സ്? ഇടയ്ക്കൊക്കെ. റെഗുലർ ആയിട്ട് പോകാൻ പറ്റാറില്ല, ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റാറില്ല. സ്റ്റഡീസ് ആയിരുന്നു അല്ലേ? അപ്പൊ നിങ്ങക്ക് കൊച്ചു ടി വി നല്ല ഭംഗിയുള്ള കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്, നമുക്ക് ആർക്കൊന്ന് കൈമാറണ്ടേ? സന്തോഷല്ലേ നിങ്ങക്ക്? ശരിക്കും സന്തോഷല്ലേ? ഈ പഠിത്തത്തിന്റെ ഇടയ്ക്ക് പോലും അവര് ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ, അതെ ചിരിക്കുന്നുണ്ടല്ലേ? എന്ത് പ്ലസന്റ് ഫേസ് ആ നോക്ക്. എല്ലാവർക്കും അപ്പൊ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് തരാനുള്ള മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം, ഇവിടുത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. വാട്ട്സ് യുവർ നെയിം? Midhavi. Midhavi, a good name. Asutosh. Asutosh. Okay. You guys are friends, right? Yeah. Okay. What do you want to tell it as a message? Happy Friendship Day. You are my best friend. Ayyo, so sweet and so cute. Happy Friendship Day, you too. You are also my best friend. Oh, this is so cute. You want to tell something as some messages or something? Yeah, friends are very special. You should always love them. You should take care of them, and please don't lose them for small things, for petty things. Sometimes we fight together because for small things. So please don't fight with them. Love them. Actually, it's so valuable, right? Yes, friendship is very valuable. Friends are very valuable. We got friends. No words, right? Okay, now type friendship band. ഒരു ഭയങ്കര സന്തോഷത്തിൽ അവർക്ക് വേർഡ്സ് പോലും കിട്ടുന്നില്ല. എന്താ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ, എങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാന്ന് പോലും അവർക്ക് കിട്ടുന്നില്ല. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കണ്ടിട്ട്. Happy Friendship Day. Thank you. Same. Happy Friendship Day. Happy Friendship Day. All of you. ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ ക്വിസാറ്റ് കോളേജിലാണ്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് തരാനുള്ള മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം, ഇവിടുത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നമ്മുടെ 2 ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെന്താ? മാല. മാല, നല്ല പേര്. വെറൈറ്റി നെയിം അല്ലേ? മാല. പേരെന്താ? സഫാഫ്. എന്ത്? സഫാഫ്. സഫാസ്. ഓക്കെ, കൊള്ളാം. എന്തായാലും മാച്ചിങ് അല്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റാ നിങ്ങൾ? ഞങ്ങൾ എംടെക് സിവിൽ. ഓക്കെ. സോ എങ്ങനെയാ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പറയാം? നല്ല രീതിയിൽ ഉള്ള ഫ്രണ്ട്സാണ്. മ്യൂച്വലായിട്ട് എല്ലാ ഹെൽപ്പും ചെയ്യാറുണ്ട്. എന്ത് കാര്യത്തിനും ഒരു സപ്പോർട്ടാണ് നമുക്ക്. ഓക്കെ. ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും കൂടെ കാണാം. ഒരുമിച്ച് നിന്ന് ഹെൽപ്പിംഗ് അല്ലേ? അല്ലാണ്ട് ഈ കോളേജിലൊക്കെ ഇപ്പൊ പറയാലോ, ഇപ്പൊ ഫ്രണ്ട്സ് ഉള്ള പോലെ തന്നെ കുറെ എനിമീസും ഉണ്ടാവും. പാരാ, അത് ഇത് അങ്ങനെ കുറവാണ്. ശരിക്കും അതൊക്കെ ഭയങ്കര ചൈൽഡിഷ് അല്ലേ? ഭയങ്കര ബോറല്ലേ അതൊക്കെ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനെപ്പറ്റി എന്താ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സിനോടൊക്കെ? ഒന്ന് അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സിന് എന്താ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക? അത് ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ കാണും. അത് കുറച്ച് കഴിയുമ്പം അത് മനസ്സിലായി അതൊക്കെ ഒരു രസമായിട്ട് പിന്നെ തോന്നും. മതി. ഓക്കെ.
ഈ ചെലവരുണ്ടല്ലോ. സത്യം പറഞ്ഞ ഈ ഒരു വഴക്ക് വരുമ്പോ തന്നെ അവിടെ ഒരു എന്താ പറയാ എല്ലാവർക്കും ഒരു സങ്കടം തന്നെ ആവുക അല്ലെ? അപ്പോഴൊരു സങ്കടമായിരിക്കും, പക്ഷെ ചിലപ്പോ ആ വഴക്ക് കൂടുന്നവരായിരിക്കും പിന്നെ ഭാവിയിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആവാ. ആ ഒരു വഴക്ക് കാരണം തന്നെ നല്ല ഫ്രണ്ട്സാ ഇഷ്ടം പോലെ വരും. പിന്നെന്താ നിങ്ങളുടെ കോളേജില് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയൊക്കെ? എല്ലാവരും ഇപ്പൊ എന്താ പറയാ 2 പേര് 3 പേര് അങ്ങനെയാണോ ഫ്രണ്ട്സ്, അതോ കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെയാണോ? ഒരു ഗ്രൂപ്പ് ആയിട്ടല്ലേ എപ്പോഴും അങ്ങനെ. ഞങ്ങൾ തന്നെ ഫ്രണ്ട്സ് അവിടെ ഇരിപ്പുണ്ട്. കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണോ ഗ്രൂപ്പില് ഒരേപോലെ? നിങ്ങൾ എല്ലാരും കൂടി മൂവീസിനോ അതോ സ്ഥിരം പോവാറുണ്ട്? ഇതൊക്കെ ഒരു അടിപൊളിയാണല്ലേ? ഓക്കെ, സോ നമ്മുടെ കൂട്ടുകാരോട് ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ യോ ഒക്കെ കാണിച്ചിട്ടാണ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയണത്. അപ്പൊ നമ്മുടെ കൊച്ചു TV നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അതെ, നമ്മുടെ നല്ല നല്ല ഭംഗിയുള്ള നല്ല 2 ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കൊന്ന് അവരുടെ അടുത്തേക്ക് പോവാം. എന്താണ് പേര്? ലക്ഷ്മി. ഭയങ്കര സ്മാർട്ടാന്ന് തോന്നുന്നു. എന്താ പേര്? അഞ്ജു. നിങ്ങൾ തല്ലുപിടിക്കാറുള്ള ഫ്രണ്ട്സ് ആണോ അതോ നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്സ് ആണോ? നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്സ്. ഇതുവരെ ഞങ്ങൾ തല്ലുപിടിച്ചിട്ടേ ഇല്ല. നേരത്തെ നമ്മുടെ 2 കൂട്ടുകാർ പറഞ്ഞു തല്ല് പിടിച്ചാലും ആ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ അവരത് തല്ലൊക്കെ അങ്ങനെ അതിന്റെ രീതിയിൽ അങ്ങ് സോൾവ് ആയിക്കോളുന്നു. അങ്ങനെയാണോ? അതൊക്കെ അങ്ങനെ സോൾവ് ആയിക്കോളും. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോ തല്ലൊക്കെ ഉണ്ടാവല്ലോ. പക്ഷെ ഇതുവരെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. എങ്ങനെ നിങ്ങൾ സെയിം ബെഞ്ചിലൊക്കെയാണോ? അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാരും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നത്. ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവർ ഭുജികളാണോ? ലേശം ഭുജിയാണ് ശരിക്കും. അപ്പോ എന്താ നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുക? ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുക എന്ത് പിണക്കുണ്ടേലും എപ്പോഴും ഒരുമിച്ച് നിൽക്കുക. എന്തിനും ഒരുമിച്ച് നിൽക്കുക. അല്ലാതെ ഇങ്ങനെ ഗ്രൂപ്പ് കൂടിയോ അങ്ങനൊന്നും അല്ല. എല്ലാരും ഒരുമിച്ച് അതൊന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ തന്നെ സോൾവ് ചെയ്യുന്നുണ്ടല്ലേ ഈ കൂടുതൽ വർഷങ്ങളായിട്ട് അത് മനസ്സിലാക്കി ഒരു 2-3 മാസമൊക്കെ അങ്ങനെ വെച്ച് മുഖം വീർപ്പിച്ച് നടക്കുന്നത് അതൊക്കെ ശരിക്കും ബോറല്ലേ? പിന്നെ ബോറ. അപ്പൊ തന്നെ തീർക്കണം. അതല്ല ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? പിന്നെ എന്തൊക്കെയാ, പരസ്പരം ഹെൽപ്പ് ചെയ്യണം. ഇദ്ദേഹത്തെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു ഫ്രണ്ടാണ്. ഭയങ്കര ആക്റ്റീവാണ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നല്ല സൊല്യൂഷൻ പറഞ്ഞു തരും. ഇഷ്ടമുള്ള കുറച്ച് ഒരു 5 കാര്യം പറയും ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളത്. ലക്ഷ്മിക്ക് ഇഷ്ടമുള്ളതോ? പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെന്താ അടുത്ത കാര്യം? പിന്നെന്താ 5 കാര്യം. ഫുഡ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര എന്താ സംസാരിക്കാൻ. പുള്ളിക്കാരി ക്ലാസ്സിൽ ഭയങ്കര സംസാരം. പഠിക്കാൻ ഇഷ്ടമാണ്. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതവള് സമ്മതിക്കൂല. ഇതൊക്കെയാണ് അഞ്ജുവിനെ പറ്റി പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോളൂ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഇയാള്. ലേശം ബ്യൂട്ടി ഉണ്ടല്ലോ, പിന്നെ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ, നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സിനോട് വല്ല മെസ്സേജും പറയാനുണ്ടോ? ഇങ്ങനെ ഇരിക്കണം, ലൈക്ക് ഫ്രണ്ട്സ് ആയ ഞങ്ങളെ പോലെ ഇരിക്കണം. ഫ്രണ്ട്സ് ആയി ഇവരെ പോലെ ഇരിക്കണം. ഓക്കെ, ഒരു പാട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് നമുക്കൊരു പാട്ട് പാടാം. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends, we are friends. കണ്ട വരികളിടയ്ക്ക് മറന്നോയല്ല. വി ആർ ഫ്രണ്ട്സിനൊരു ഇതുണ്ട്. ഓക്കെ അല്ലേ? നല്ല പാട്ട് നമുക്കായി പാടിത്തന്ന നമ്മുടെ 2 നല്ല സുന്ദരികളായ ഫ്രണ്ട്സിന് നമുക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കാം. കൊച്ചു TV നല്ല മനോഹരമായ കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ ക്വിസാറ്റ് കോളേജിലാണ്.
സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരിക. എല്ലാവരെയും സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ക്വിസാറ്റ് കോളേജിലാണല്ലോ. നമുക്ക് ഇവിടുത്തെ ക്വിസാറ്റ് കോളേജിലെ ഫ്രണ്ട്സിനോട് ഇവരെങ്ങനെ അത് ആഘോഷിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർക്ക് ധാരാളം മെസ്സേജസ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കാണാം ഇവിടുത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. നമുക്കിത് ഇവിടെ നമ്മുടെ കുറച്ച് കുട്ടികളും സാറുമാരൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടാ പറയില്ല, എന്നാൽ നമുക്ക് ചോദിക്കാം അതിനകത്ത് ഏതാ സാറ് ഏതാ കുട്ടി എന്നൊക്കെ. അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അശ്വിൻ. കുട്ടിയാണോ? സ്റ്റുഡന്റ് ആണ്. നവൻ സ്റ്റുഡന്റ്. ആൽവിൻ സാറാണ്. സാറാണെന്ന് വിശ്വസിക്കോ? എന്റെ ടീച്ചറാ. ഞാൻ വൈശാഖ് സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണ്. നിതിൻ സാറാണ്. സാറാണ്. ഫൈസൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് സാറാണ്. വിഷ്ണു സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയില്ലേ ഇവരൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് ഏതാ സാർ ഏതാ സ്റ്റുഡന്റ് എന്ന്? എല്ലാവരും ഒരേപോലെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എല്ലാ സാറുമാരും. ഇത് ഇപ്പം ഞങ്ങളെ ഗസ്റ്റ് ലെക്ചർമാരാണ്. ഓക്കെ. ഇവര് ആണ് എസ്ഒന്റെ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ സാറും കുട്ടികളും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവരെപ്പോഴും എന്താണ് ഞങ്ങൾക്കൊരു എൽഡർ ബ്രദർ ആയിട്ടാണ് തോന്നിയത്. ഒരു ടീച്ചർ എന്നുപരി ബ്രദർ ആയിട്ടാണ് എനിക്ക് ഇവരെ ക്ലാസ്സും അങ്ങനെയൊക്കെ തോന്നിയത്. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഇവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്? എല്ലാ സപ്പോർട്ടും തരാറുണ്ട്. ലൈക്ക് എന്തുണ്ട് ലൈക്ക് പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇന്റർണൽ മാർക്സ് ഒക്കെ തരാറുണ്ട്. എന്തായാലും ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് സാറുമാർ കൊടുത്തേക്കട്ടാ. പിന്നെന്താ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് ആയിട്ട് എന്താ പറയാനുള്ളത്? ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഫ്രണ്ട്സിനോടൊന്നും പറയാനില്ലേ? എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്. എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്. സാറിന് എന്താ പറയാനുള്ളത് കുട്ടികളെ പറ്റിയും ആ ഒരു സൗഹൃദത്തെ പറ്റി? എന്നും നല്ല അനിയന്മാരെ പോലെയാണ് ഞങ്ങൾക്ക്. നന്നായിട്ട് നോക്കാറുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗഹൃദം എന്നും പൊതുമുള്ളതായിരിക്കട്ടെ, എന്നും ചേർത്ത് പിടിക്കാവുന്നതായിരിക്കട്ടെ. നന്നായി. നമുക്കും ഇതേപോലെ ഞങ്ങളുടെ കോളേജിലും ഉണ്ടായിരുന്നു ഇതേപോലെ ചില ടീച്ചേഴ്സ് നമ്മളോട് സൗഹൃദം ശരിക്കും ഒരു അനിയത്തി പോലെ ഒരു മോളെ പോലെയൊക്കെ കാണുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ടാകും. ശരിക്കും അത് നല്ലത്. ആക്ച്വലി നമുക്കൊരു എന്താ പറയാ നമ്മുടെ ഒരു വിഷമഘട്ടത്തിലാണെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ നിന്ന് വളരെ എന്താ പറയാ ആശ്വസിപ്പിക്കണം. വളരെ നല്ല കാര്യം. എന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഇന്ന് ഞാൻ ഒരു ലോട്ട് ഓഫ് എന്താ പറയാ ഞാൻ കൂടെ പഠിച്ച എല്ലാവരും മിസ് ചെയ്യുന്നു. കൂടെ ഇവിടെ അല്ല ഇവിടെ SOE എന്ന് പറഞ്ഞത് എന്താ പറയാ ചെറുപ്പം മുതലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. എല്ലാവരും കാണുന്നില്ല അതേ ഫ്രണ്ടിന് ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയാനുണ്ടെന്ന്. പിന്നെ സാറിന് എന്താ പറയാനുള്ളത്? എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഡേ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. ഏജ് ഗ്രൂപ്പ് മീൻസ് ഞങ്ങളും സ്റ്റുഡൻസും തമ്മിൽ വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് പിന്നെ പഠിപ്പിക്കാൻ കയറുന്നു. അപ്പോൾ ഈ പോരായ്മകൾ ഇപ്പോൾ നമ്മൾ സാർമാർ ഇങ്ങനെ ആയിരിക്കണം എന്ന രീതിക്കൊക്കെയാണ് നല്ല ഡൈല്യൂട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ രാവിലെ എന്നും കാണുമ്പോൾ ചിരിക്കുക, വിഷ് ചെയ്യുക, നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പോൾ കോളേജിലേക്ക് കയറുമ്പോൾ കുറേ പേരെ പരിചയമുള്ളവരെ കാണുന്നു, ഹായ് ബൈ, നല്ലൊരു റിലേഷനാണ്. സോ ഹാപ്പി വിത്ത് ദ ഫ്രണ്ട്ഷിപ്പ് of all the students. Okay, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ പിള്ളേർക്ക് മാറിപ്പോയിട്ടുണ്ടോ? സാറാണോ റാഗിംഗ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വിഷിംഗ് യു എ വെരി ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. ബേസിക്കലി ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. അപ്പോൾ ഇവിടെ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സ് നമുക്ക് അവർക്കൊരു ഇതുണ്ടാവും. അതായത് ഞങ്ങൾക്കൊരു എന്താ പറയുക പ്രായം കൊണ്ടാണെങ്കിൽ തന്നെ അവർക്കൊരു എൽഡർ ബ്രദർ എന്ന രീതിയിൽ തന്നെ സോ ദേ ക്യാൻ കംപ്ലീറ്റ്ലി ഷെയർ വാട്ട് എവർ തിങ്സ്. അപ്പോൾ ആ രീതിയിലാണ് അവർ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ആദ്യം ഒന്ന് പറയും. പ്രൊമൻസ് ഹൗസിന് പോകുന്ന മുമ്പായിട്ട് തന്നെ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. അത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ ഫ്രണ്ട്ലി ടു. അപ്പോൾ നമ്മൾ ആ രീതി ചെയ്യും. പക്ഷേ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ അത് ഒരു വഴിക്കായിട്ട് പോകുന്നുണ്ട്. കൂടാണ്ട് കുട്ടികളുടെ രീതിയിൽ അവർക്ക് സഹകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ കൊച്ചു ടിവിയിലൊക്കെ കുറച്ച് ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരസ്പരം എല്ലാവർക്കും ആ ഒരു ഈ ഒരു സൗഹൃദ ദിനത്തിൽ നമുക്ക് പങ്കുവെക്കാം. എനിക്കും ഇവിടെ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. എനിക്കിത് നല്ല നൈസായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമല്ല എല്ലാവർക്കും? അദീന, രഞ്ജിനി, അപർണ, നിതൻ, വിശ്വം, ഷിഫ, പാർവതി, റോസ്, അലക്സ്, റിയ, അഞ്ജലി, നീർജ, അഞ്ജലി, ഗായത്രി,
അമൃത, ഫാദിൽ, ഗൗരി, ദിയ, ലക്ഷ്മി, മുകിൽ, സഫൽ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണോ, ഒരേ ക്ലാസ് ആണോ? ഓക്കെ, സോ ആർക്ക് പറയാൻ പറ്റും ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ ഫ്രണ്ട്സിനോട്, അതോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ബെസ്റ്റ് ഫ്രണ്ട്സിനോട്? ഓക്കെ, പറയാം. ഞങ്ങളിപ്പോ ജസ്റ്റ് ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് ആണോ? ഓക്കെ, അപ്പൊ പരിചയപ്പെട്ട് വന്നേ ഉള്ളൂ. എല്ലാവരും സ്വഭാവമൊക്കെ മനസ്സിലായി, ക്യാരക്ടേഴ്സും ഭയങ്കര തല്ലിപ്പുള്ളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മള് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് കൂടുവാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞില്ലേ ഇപ്പൊ. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് നോക്കുന്നത് ഫ്രണ്ട്സിന്റെ? ക്വാളിറ്റീസ് എന്ന് പറയുമ്പോ എന്തിനും വളിപ്പാക്കാൻ പറഞ്ഞ ചില്ലായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഗുഡ് ഫ്രണ്ട് നെവർ യൂസ് ടു ലെറ്റ് സ്റ്റുപ്പിഡ് തിങ്സ് ഡു അലോൺ. ഏത് തല്ലിപ്പൊളി കാര്യങ്ങളിലും എങ്ങനെയെങ്കിലും വലിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ചായിരിക്കും അല്ലേ? അതെന്തായാലും നല്ലൊരു പോയിന്റ് അല്ലേ? എന്താ പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് ഡേ? ഫ്രണ്ട്ഷിപ്പ് ഈസ് എവറിതിങ്, ദാറ്റ്സ് ഇറ്റ്. എപ്പോഴും ഇതേപോലെ ഇതേപോലെ എപ്പോഴും നമ്മളിങ്ങനെ ആയിരിക്കണമല്ലോ. there will be fights but still we get through that. that's real friendship. ഓക്കെ, ചെറുപ്പം മുതലേ ഫ്രണ്ട്സിനെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഒരു there will be a few of them. എങ്ങനെ അവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത്? ത്രൂ വാട്സ്ആപ്പ്, through phones, not always, at times. ഓക്കെ, മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? yep. എന്തായാലും നല്ല കാര്യമാണ്. കാരണം എല്ലാ ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യുക, പണ്ട് മുതലേ ഉള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഇപ്പൊ എങ്ങനെയൊക്കെയാന്നൊക്കെ ചോദിക്കുക. എന്തായാലും വളരെ നല്ല കാര്യമാണ്. എന്താ പറയാനുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒരു മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ? മെസ്സേജ് കൊടുക്കാൻ എല്ലാവർക്കും ഫ്രണ്ട്സ് വേണം. ലൈക്ക് ഫ്രണ്ട്സ് ഇല്ലാണ്ട് യു കാണ്ട് എക്സിസ്റ്റ്. They are the integral part of our life. Parents കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് തിങ് വി ഗോ ടു ഇസ് our friends. സോ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഈവൻ ലൈക്ക് അസ്, ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തു. പഴയ ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വിൽ ട്രൈ ടു മീറ്റ്. നമ്മൾ ഇവർക്ക് ഒരു കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവരെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന്, ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഒക്കെ ഒന്ന് ടൈ ചെയ്തൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ. ആരാ ഫ്രണ്ട്? ഫാദിൽ. അപ്പൊ ഫാദിലിന് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കൊടുക്കാം. ഫാദിൽ കടന്നു വരൂ. അപ്പൊ അഞ്ജലിക്ക് നല്ലൊരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. ആ ബോണ്ട് ഒരിക്കലും വിട്ടു പോകണ്ട എന്ന രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അത് തന്നെയല്ല അതിന്റെ ഉദ്ദേശം? അതന്നെ അതിന്റെ ഉദ്ദേശം. കൊണ്ടേ പോവുള്ളൂ. ഓക്കെ, പാടിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയില. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നമ്മളുടെ കുസാറ്റ് കോളേജിലെ ചോണക്കുട്ടന്മാരുടെ കൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഇവര് പറയുന്ന എന്താന്ന് വെച്ചാൽ ഇവര് പാവം പിള്ളേരാണ്. ഞാൻ ചോദിച്ചു ഹീറോയിസം വല്ലതൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടുത്തെ സൈലന്റ് കുട്ടികളാണോ? അപ്പോ ഇവരോട് നമുക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജസ്, പിന്നെ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഇവരുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു ഒരു ഫ്രണ്ട് കടന്നു വന്നത്, എല്ലാം നമുക്ക് ചോദിക്കാം. എന്താണ് പേര്? അമീർ ഖാൻ. ഓ മൈ ഗോഡ്, അമീർ ഖാൻ. ഓക്കെ, അമീർ ഖാൻ എന്താണ് പറയാനുള്ളത്? വണ്ടി നീക്കരുത് എന്റെ കാര്യം. ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് വരാനുള്ളതാണ്. വളരെ ഹൃദയത്തിന്ന് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ വീട്ടുകാരായിട്ടും ഷെയർ ചെയ്യാൻ ബെറ്റർ. മേ ബി വീട്ടുകാരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊക്കെ നമ്മൾ മേ ബി ഫ്രണ്ട്സിനോട് പറയാം. ഒന്ന് പറഞ്ഞോളൂ. അതിപ്പോ പറയണം അതെന്തൊക്കെയാന്നല്ല, എങ്ങനെയൊക്കെ ഏതൊക്കെ ലൈക്ക് വിഷമത്തിലും സന്തോഷത്തിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. കൂടെ നിൽക്കുന്ന ബാലൻ പറയും. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ ഒപ്പം പേരെന്താ? ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ. നിങ്ങൾ കുറച്ച് സമാധാനിച്ചാൽ നമുക്ക് കേൾക്കാം. ജയകൃഷ്ണൻ എന്താ പറയാനുള്ളത്? ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് എന്താണ്? ഈ ഫ്രണ്ട്സിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി. ഓക്കെ, കഴിഞ്ഞോ? ഫൈനൽ ഇയേഴ്സ് ആണോ?
സീനിയേഴ്സ് ആണ്. സോ എന്നിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഗ്രൂപ്പ് ആയിട്ടാണോ അതോ ഇൻഡിവിജ്വൽ ഫ്രണ്ട്സ് ആണോ? ഗ്രൂപ്പായിട്ടാണ്. വായ നോക്കിയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. വളരെ നല്ല വായ നോക്കിയാണ്. വളരെ നല്ല വായ നോക്കിയാലുണ്ട്. അമീർ ഇങ്ങനെ നല്ല പണിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇവൻ അമ്മക്കാണ് പണിയായിരുന്നത്. നമുക്ക് പാട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ചാലോ? പാട്ട് പഠിപ്പിക്കാം. ഒരു നല്ല അടിപൊളി പാട്ട്. അങ്ങനല്ല, എല്ലാവരും കൂടി ഒരു പാട്ട്. ഓക്കെ? ഓ റിപ്പീറ്റ്. വേറൊരു പാട്ട് കൂടി പാട്. എല്ലാരും വിചാരിക്കും നിങ്ങൾ ഭയങ്കര ചോണക്കുട്ടന്മാരാണ്. എന്ത് ഇത് സ്വയം പ്രശംസ അങ്ങനെ എന്തോ അത് ആഗ്രഹിക്കാത്ത കുട്ടികളാണ് ഇവർ. എന്തായാലും നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരെയും വണ്ടിയിലെ ഹെഡ്ലൈറ്റ് ഒന്ന് കത്തിക്കാമോ? അപ്പോൾ അവരുടേതായ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് ഹെഡ്ലൈറ്റ് കത്തിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.